ജയശങ്കർ ടെലിഫോണിലാണ്. ജയശങ്കർ, ഈ CPI-യുടെ ജില്ലാ കൗൺസിലിൽ ഉയർന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു കാരണമായി എന്നാണ്. മുഖ്യമന്ത്രി ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഭരണപരാജയമല്ല, സഭയിലടക്കം പറഞ്ഞത് മോദി സർക്കാരിനെതിരായ വികാരം കേരളത്തിൽ പ്രതിഫലിച്ചു എന്നാണ്. അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാറുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ, പിന്നെ താനെന്തിന് മാറണം, രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്ന് രാജിവെക്കണം എന്ന് നമുക്കാർക്കും പറയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് 5 കൊല്ലത്തെ മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 കൊല്ലം ഇത് സഹിക്കാൻ ഞാനും നിങ്ങളും ഈ നാട്ടിലെ നികുതിദായകരും അല്ലാത്തവരുമായ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ന്യായമായൊരു ശിക്ഷയുമാണ്. അതുകൊണ്ട് അദ്ദേഹം മാറണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ജനങ്ങൾ ചെയ്ത തെറ്റിന്റെ അവരെ അനുഭവിക്കണം. അദ്ദേഹം മാറണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. 100% കഴിഞ്ഞ തവണ 2019 ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശബരിമല പോലെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം UDF-ന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഈ പറഞ്ഞ യാതൊരു ഘടകവുമില്ല. അപ്പൊ സർക്കാരിന്റെ ഭരണപരാജയം അല്ലെങ്കിൽ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിപ്രതിപത്തിയാണ് UDF-ന് 18 സീറ്റും BJP-ക്ക് 1 സീറ്റും നേടിക്കൊടുക്കുകയും LDF-ന് 1 സീറ്റിൽ ഒതുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കാൻ തയ്യാറില്ല. അദ്ദേഹം ഭരണത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അപ്പൊ അത് വളരെ ന്യായമായൊരു ശിക്ഷ.